മനമുയർത്താം അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പരിശുദ്ധമായ ബലിയർപ്പിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധമായ ബലിക്കായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രണ്ടുപേരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ലൂവിലാൻഡിലെ സാവി മോളെ പ്രത്യേകം സമർപ്പിക്കാം. അതുപോലെ തന്നെ കുളങ്കുത്തിയിൽ ജെറിൻ ഒരു വൈദികാർത്ഥിയാണ്. ആ മകനെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അനുഷച്ചൻ്റെ ആത്മശാന്തിക്കായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് തുടരാം. മരണം മൂലം ഈ ലോകം വിട്ടുപോയ സകലരെയും അവരുടെ പേരിൽ വേദനിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് ഞായറാഴ്ചയാണ്. ഇവിടെ ഇന്ന് നമ്മൾ തിരുസഭയിൽ വിശുദ്ധ ബർണ്ണബാസിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അപ്പസ്തോലൻ, രക്തസാക്ഷി എന്നൊക്കെ നമുക്ക് പറയാവുന്ന അപ്പസ്തോലൻ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കിന്ന് തിരുസഭയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം. നാം എല്ലാവരും ഈ വിശുദ്ധനെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നു. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ചിന്തയിൽ, ഉപേക്ഷയിൽ വന്നുപോയ സകല പാപങ്ങൾക്കും സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞവനായിരുന്ന വിശുദ്ധ ബർണ്ണബാസിനെ ജനതകളുടെ മാനസാന്തരത്തിനായി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവല്ലോ. അദ്ദേഹം ധീരതയോടെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം വാക്കാലും പ്രവൃത്തിയാലും വിശ്വസ്തയോടെ പ്രഖ്യാപിക്കുവാൻ
അനുഗ്രഹമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 11-ാം അധ്യായവും 13-ാം അധ്യായവും. അക്കാലത്ത് വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബാർണബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായി തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബാർണബാസ് താർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. 1 വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലാവുദിയൂസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. ബാർണബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബാർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലികൾക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തന്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവ് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു,
സത്യദൈവം ത്രിത്വമായിരുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന വിശുദ്ധ ബർണ്ണബാസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ ബർണ്ണബാസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഏറ്റവും വിശിഷ്ടം, അവൻ പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ തികഞ്ഞ വിശ്വാസം, കറതീർന്ന വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എ വെരി ഗുഡ് പേഴ്സൺ, നല്ല മനുഷ്യൻ. ഇനി 4-മത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവത്തെ കണ്ട് സന്തുഷ്ടനായിരുന്നു. ഈ 4 കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമാകും. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ആയിത്തീരണം. ഇവിടെ നമ്മൾ കാണുകയാണ്, വിശ്വാസത്തെ പ്രതി ജീവൻ ബലി കഴിക്കേണ്ടി വന്നപ്പോൾ പോലും സധൈര്യം നിന്നുകൊടുത്ത വ്യക്തിയെ ആയിട്ട് ബർണ്ണബാസിനെ കാണാൻ പറ്റും. കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുകൊണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം, ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവുള്ള നല്ല വ്യക്തി അനുഭവം, ദൈവാനുഭവമുള്ള എത്ര പേരുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ ഭയം ഗ്രസിക്കില്ല, അങ്ങനെയുള്ളവരെ സ്വാർത്ഥത ഗ്രസിക്കില്ല. അവർ ദൈവത്തിന് വേണ്ടി, അവർ മറ്റുള്ളവർക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി അവർ നിലകൊള്ളും. മരിക്കേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറെന്ന് പറയാൻ ഈ ബർണ്ണബാസിനെ പോലെയും തോമാസ്ലീഹായെ പോലെയും പത്രോസിനെ പോലെയും ഒക്കെ നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവാനുഭവം, വ്യക്തി അനുഭവം, അതാണ് ഇതിനെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. സൈപ്രസുകാരൻ ജോസഫ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ബർണ്ണബാസ് എന്ന നാമത്തിൽ പിന്നീട് അറിയപ്പെട്ടത്. നമുക്കാണെങ്കിലും ചിലപ്പോൾ ചിലരുടെ പേരൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ, വ്രതവാഗ്ദാനം ചെയ്യുമ്പോൾ, വിവാഹം കഴിക്കുമ്പോഴൊക്കെ അപ്പൻ്റെ പേര് മാറി അപ്പൻ്റെ പേരിന് പകരം അവിടെ ഭർത്താവിൻ്റെ പേരൊക്കെ ഇടും. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ബർണ്ണബാസിൻ്റെ ജീവിതത്തിൽ വന്നതുപോലൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ശിമയോൻ്റെ പേര് മാറി പത്രോസ് എന്ന് കർത്താവ് അവനെ വിളിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നതിൻ്റെ പേരിൽ നമുക്ക് പേരിനൊരു മാറ്റം വരണം. ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് ശിഷ്യന്മാർ അറിയപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറി. കാണുകയാണ്, പൗലോസിൻ്റെ മാനസാന്തരത്തിന് ശേഷം പൗലോസിനോടൊപ്പം നിരവധി സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ് ബർണ്ണബാസ്. ഇനി അവർക്ക് തിരസ്കരണം ഉണ്ടായി. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 46 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കെതിരെ അവർ കള്ളക്കേസുണ്ടാക്കി, ഇവരെ അവിടുന്ന് ഓടിച്ചു. യഹൂദരുടെ ഇടയിൽ നിന്ന് ഓടി അവർ വിജാതീയർക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നത് കാണാൻ പറ്റും.
ഇതെല്ലാം വന്നെങ്കിലും കർത്താവിനെ വിടാതെ, സുവിശേഷ വേല വിടാതെ അതിൽ ഉറച്ചു നിന്ന വ്യക്തികളായിട്ട് നമുക്കിവരെ കാണാൻ പറ്റും. ഇതുപോലൊരു ദൈവാനുഭവം, ഇതുപോലൊരു ബോധ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ നമ്മൾ മിനിമം ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി മാക്സിമം ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്പസ്തോലന്മാർക്ക് കർത്താവ് കൊടുത്ത നിർദ്ദേശം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നാം എല്ലാവരും ആ നിർദ്ദേശം ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ നിർദ്ദേശം, നമുക്ക് 2 ഉടുപ്പുണ്ടാകരുത്, യാത്ര പോകുമ്പോൾ ബാഗ് എടുക്കരുത്, ഇതൊന്നും അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത്, നീ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോ നിൻ്റെ ഉള്ളിൽ വസിക്കണം, പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കണം, നീ ഈശോയുടെ സ്വരം കേൾക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം, അവർ പറയുന്ന അനുസരിച്ച് ജീവിതത്തിൽ നീ പ്രവർത്തിക്കണം. ഇതാണ് അതിൻ്റെ കാതലായ സന്ദേശം. ഡിപ്പെൻഡ് ഓൺ ഗാഡ്, നോട്ട് ഓൺ യുവർ ബാഗ്. നിൻ്റെ ബാഗ്, നിൻ്റെ പണം, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി, ഇതൊന്നുമല്ല നിൻ്റെ ബലം. ദൈവം, നിന്നിൽ വസിക്കുന്ന ദൈവം, നീ ആശ്രയിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ കൂടെ വരണം. ഇന്ന് 100% നമ്മൾ ഇപ്രകാരം ഈ മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണ്. എനിക്കെന്ത് വന്നാലും ഞാൻ അതേക്കുറിച്ചൊന്നും അമിതമായിട്ട് ചിന്തിക്കാറില്ല. കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 118 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കണം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും. ഇത് സുഹൃദേവം പോലെ പറഞ്ഞു നടക്കണം. അങ്ങനെ നടക്കുന്നവരായിരുന്നെങ്കിൽ ഇന്ന് എത്രയോ വ്യക്തികളെ ഭയം ഗ്രസിച്ചിരിക്കുന്നു. മരണഭയം, രോഗഭയം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് സംഭവിക്കത്തില്ല നമ്മൾ ഇക്കാര്യം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിക്കുമ്പോൾ മരിച്ചാൽ അതെനിക്കൊരു നേട്ടം. ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ കർത്താവ് തരുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് തരുന്ന ധൈര്യം, ആ ധൈര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ദാനമായി നിനക്ക് ലഭിച്ചു, ദാനമായി നീ അത് കൊടുക്കുക. പ്രിയപ്പെട്ടവർ, നമുക്ക് ലഭിച്ച അഭിഷേകം ദാനമായി ദൈവം തന്നതാണ്. അഭിഷേകം ഒന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പോസ്തല പ്രവർത്തനം 8:18 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ശിമയോൻ വന്നിട്ട് ഞാൻ പണം തരാം, ഈ അഭിഷേകം തരാമോ എന്ന് ചോദിച്ചു. പത്രോസ് അതിന് മറുപടിയായിട്ട് പറഞ്ഞ എന്താ, നിന്റെ ഹൃദയം ദുഷ്ടമാണ്, അതുകൊണ്ടാണ് നീ നശിക്കാതിരിക്കാൻ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാൻ പറയുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ദൈവം ദാനമായി നൽകുന്നതാണ് അനുഗ്രഹം. അത് ദാനമായിട്ട് കൊടുക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ചിലർക്ക് തോന്നിയേക്കാം, എന്നാൽ പിന്നെ ഈ അച്ഛന്മാരെന്തിനാ ഈ കുർബാന ചെല്ലുന്നതിന് പൈസ വാങ്ങിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വിശുദ്ധ കുർബാനയുടെ വില മേടിച്ചാണ് കുർബാന നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതെന്ന്? അത് അങ്ങനെ ഒരു വില കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് കേട്ടല്ലോ, സുവിശേഷം നോക്കും. ഇനി വിശ്വാസികളായി നമ്മളൊരു ബലിയർപ്പണത്തിന് പോകുമ്പോൾ നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ നൽകുന്നവരെ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാശ് കൊടുത്ത് ബലി മേടിക്കുന്നത് പോലെയൊന്നുമല്ല. അത് നമ്മുടെ ഒരു കൃതജ്ഞതയാണ്, ഒരു സാമാന്യ മര്യാദയാണ് നമുക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ഒരു ജോലി, മറ്റൊരു ജോലി, ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഒന്നും എടുക്കാതെ കണ്ട് മുഴുവൻ സമയവും ശുശ്രൂഷയ്ക്കായിട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ? അത് നമ്മൾ ചെയ്യേണ്ട സാമാന്യ മര്യാദയല്ലേ എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മൾ വില കൊടുത്ത് നമ്മൾ വിശ്വാസം ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർണ്ണബാസിന് കിട്ടിയ അതേ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് പരിശുദ്ധാത്മാവുള്ളവരാകാൻ പറ്റും, വിശ്വാസമുള്ളവരാകാൻ നമുക്ക് സാധിക്കും, നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഒപ്പം ദൈവത്തെ കണ്ട് ആനന്ദിക്കുന്ന ദൈവമക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്രകാരം ഒരു അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബർണ്ണബാസിൻ്റെ മാധ്യസ്ഥം ഈ ബലിയിലൂടെ നമുക്ക് തേടുകയും ചെയ്യാം.
സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ അനുഗ്രഹത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ഈ ദാനങ്ങൾ അങ്ങേ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുമാറാകട്ടെ. ഇതുവഴിയാണല്ലോ വിശുദ്ധ ബർണ്ണബാസ് ജനതകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകിയത്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്താൻ അങ്ങ് ഇടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനതകൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആകയാൽ ഇപ്പോഴും എന്നേക്കും മാലാഖമാരുടെ സർവ സൈന്യത്തോടും കൂടെ ഭക്തി നിർഭരമായ മനസ്സോടെ ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുകയും ആർത്തു വിളിച്ച് ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകമാസകലമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗബാധിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാവി മോളെയും ജെറിൻ ബ്രദറിനെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജന്മദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന അനിഷച്ചനെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം.
ഓരോരോ ജീവിതം സുവിശേഷമായിടാം, ഓരോരോ ഭവനവും ബലിവേദിയായിടാം, ഓരോരോ ജീവിതം സുവിശേഷമായിടാം, ഓരോരോ ഭവനവും ബലിവേദിയായിടാൻ സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ. സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യജീവൻ്റെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പസ്തോലനായ വിശുദ്ധ ബർണ്ണബാസിൻ്റെ സ്മരണയ്ക്കായി കൂദാശയുടെ അടയാളത്തിൽ അനുഷ്ഠിക്കുന്നത് പ്രത്യക്ഷ ദർശനത്താൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ 7 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നമ്മൾ അനുഷച്ചൻ്റെ ആത്മശാന്തിക്കായിട്ട് ഒഫീഷ്യലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മരണാനന്തര പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്നതാണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുട്ടുകുത്താവുന്നൊരു മുട്ടുകുത്തുക. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ച് അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം നാഥൻ്റെ കൂടെ നമ്മളായിരിക്കുന്ന സമയം ദിവ്യകാരുണ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചു. ദിവ്യകാരുണ്യം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. പരസ്യമായിട്ട് നമ്മൾ അവിടുത്തെ ആരാധിക്കുന്ന സമയമാണ്. ലോകം മുഴുവനെയും ഇവിടെ കരങ്ങളിലേന്തി ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടെയെല്ലാം നമുക്ക് സുരക്ഷിത സ്ഥാനമില്ല. കർത്താവെ, അങ്ങ് ചിറക് വിരിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ. അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ പരിപാലിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മുദ്ര ചെയ്യണമേ. കർത്താവെ, ഈ ഭവനത്തെ, കാരിസ് ഭവനെ
ഈ ഭവനവുമായി ബന്ധപ്പെട്ട സകലരെയും അവിടുത്തെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ഭവനത്തിനെതിരെ ചിന്തിക്കുന്ന ദുഷ്ടശക്തികളുടെ സകല പ്ലാനുകളും പദ്ധതികളും തകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വേദനിക്കുന്ന ധാരാളം മക്കളുണ്ട്. വിഷമിക്കുന്നവര്, രോഗാവസ്ഥയിൽ വലയുന്നവര്, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ കാലയളവിൽ കാരിസ്ഭവനെ ഓർത്ത്, ഞങ്ങളെ ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിരവധി ആളുകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ, വിഷമസന്ധിയിൽ ഞങ്ങളുടെ കൂടെ നിന്നവർ, എല്ലാവിധത്തിലും അവരുടെ സഹായ സഹകരണങ്ങൾ എത്തിച്ചു തന്നവർ, അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ. അവർക്കൊക്കെ ഓരോരോ ആവശ്യങ്ങളുള്ളവരാണ്. അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവരെല്ലാം ഏറ്റെടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ശക്തമായ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. കർത്താവേ, അവിടുത്തെ സൗഖ്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർന്നബാസിനെ പോലെ പരിശുദ്ധാത്മാഭിഷേകമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ. നന്മയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയെ കണ്ട് സന്തുഷ്ടരാകുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് സഹായം നൽകണമേ. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് നയിക്കണമേ. ഈശോയെ, അങ്ങയുടെ കരുണ ആവശ്യമായിട്ടുള്ള ധാരാളം മക്കൾ ഈ ലോകത്തുണ്ട്. മഹാപാപികളായിട്ടുള്ളവര്, മാരക രോഗത്തിന് അടിമകളായിട്ടുള്ളവര്, സാമ്പത്തികമായിട്ട് നട്ടം തിരിയുന്നവര്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവര്, പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, നിരാശയിൽ കഴിയുന്നവര്, ഒത്തിരിയേറെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവര്, സകലരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും അങ്ങ് വർഷിക്കുവാൻ തിരുവുള്ളമാകണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ലോകം മുഴുവൻ നിറയുന്നു ഘോരമാം പാപത്തിൻ ഭീകരഗർജനങ്ങൾ. ഈശോതൻ ദാരുണ പീഡകളോർത്തെന്നും കരുണയായിരിക്കേണമേ. വിശുദ്ധീകരിക്കേണമേ. എല്ലാവരും ഏകസ്വരത്തിൽ കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ. നിശബ്ദതയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്
നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് നമ്മോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മരണം മൂലം ഈ ലോകം വിട്ടുപോയ സകലരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിൽ നമ്മെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിന് ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം മനസ്സിൽ കണ്ട് അവയെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകം മുഴുവനെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മനീരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. നന്മനീരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും